നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ശുക്രനെ കുറിച്ചാണ്. നമുക്കറിയാം, ശുക്രൻ ആഡംബരത്തിൻ്റെയും സംഗീത അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശുക്രൻ ജാതകത്തിൽ ബലവാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അവർ നേടുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ശുക്രൻ ബലവാനായിട്ട് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ഗോചരവശാൽ നല്ല നല്ല ഗുണങ്ങൾ, അല്ലെങ്കിൽ ദശാകാലം, അപഹാരകാലം, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവർ വളരെ വലിയ ഉയരങ്ങൾ താണ്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും എല്ലാം ആഡംബരാദികളോട് കൂടിയിട്ട് തന്നെ അവർ ജീവിക്കാൻ ഇടവരും. അത് ഒരു മനുഷ്യന്റെ മരണം വരെ അവർ ആഡംബരത്തോടെ ജീവിക്കാൻ യോഗമുണ്ടായിരിക്കും എന്നാണ് ശുക്രന്റെ ബലാബലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശുക്രൻ ബലത്തോട് നിൽക്കുകയാണെങ്കിൽ ഇത്തരം ഗുണങ്ങളെല്ലാം, ഈ പറയുന്ന ഭൗതിക സുഖങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. വ്യാഴത്തെ പോലെ തന്നെ ശുക്രൻ ബലവാനായി നിന്നു കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ്. ആ ശുക്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജാതക സംബന്ധമായ കാര്യങ്ങൾ, നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ടുണ്ടോ എങ്കിൽ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശുക്രന്റെ ബലം എന്നർത്ഥം പറഞ്ഞു. ബലാബലം അനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതം എങ്ങനെ ആഡംബരമാവും, അല്ലെങ്കിൽ ഭൗതിക ജീവിതം എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ എല്ലാ സുഖങ്ങളും നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശുക്രൻ. അപ്പൊ ആ ശുക്രന്റെ ഈ കർക്കടക സംക്രമത്തോട് സംബന്ധിച്ച് ശുക്രൻ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ ആ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ 3 രാശിക്കാർക്ക് അതൊരു ഏറ്റവും വലിയ ഗുണമായിട്ട് തന്നെ കാണാൻ കഴിയും. ആർക്കൊക്കെയാണ് ആ രാശിയിൽ വരുന്ന ഏത് നക്ഷത്രക്കാർക്കാണ് ഈ അനുഭവ യോഗം ഉണ്ടാവുക എന്ന് നമ്മൾ നോക്കും. കാരണം ഇപ്പൊ ചിങ്ങൻ രാശിയിലാണ് ശുക്രൻ ഉള്ളത് എങ്കിലും 3 രാശിക്കാർക്ക്, ചിങ്ങടക്കം 3 രാശിക്കാർക്ക് ഗുണമുണ്ടാവും. അതിൽ 9 നക്ഷത്രക്കാർക്കാണ് ഗുണം ചെയ്യുക ശുക്രന്റെ നിൽപ്പ് കൊണ്ട്. എല്ലാ ആഡംബരാദികൾ അവർക്ക് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾ. നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്രയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ വലിയ വലിയ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പൊ നമ്മൾ യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോവില്ലേ, അങ്ങനെയൊക്കെ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൾഫ് യാത്ര, ഉല്ലാസയാത്ര, എവിടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശുക്രൻ അനുകൂലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അല്ലാത്തവർക്കും സാധിക്കും, പക്ഷെ അത് കുറച്ച് പാടുപെടേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ശുക്രൻ അനുകൂലമായി നിൽക്കുന്നവർക്ക് എന്നും ആഡംബര ജീവിതങ്ങളായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർ ഏത് കാലത്തും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ അല്ല, അവർക്ക് ആ യാത്ര കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മൾ പോകുന്ന മാതിരി വെറുതെ പോവല്ല, അവര് കോടികളുടെ സമ്പാദ്യം ആ പോക്കിലൂടെ അവർ നേടിയെടുക്കും എന്നുള്ളതാണ് നമുക്കറിയാം. അപ്പൊ അത് ശുക്രന്റെ ആ ഈ ബലത്തെ അനുസരിച്ച് ആയിരിക്കും അവർ നേടുക. എന്തായാലും ശുക്രൻ ഏതൊക്കെ രാശിക്കാർക്ക് ഈ ചിങ്ങം രാശിയിൽ നിന്നുകൊണ്ട്, പൂരം നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് ഗുണം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാരാണ്. ശുക്രന്റെ സ്വന്തം രാശിയാണ് ഇടവൻ രാശി. നമുക്കറിയാം ശുക്രൻ ഇടവൻ രാശിക്കാർക്ക് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ശുക്രന്റെ ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇവിടെ ഏറ്റവും ഗുണകരമായി അനുഭവിക്കാൻ പോകുന്നത്. അതായത് കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും ഈ ശുക്രന്റെ ഈ ചലനം. അവരുടെ ഭൗതിക ജീവിത സുഖങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം അകന്ന് ഒത്തൊരുമയോടെ ജീവിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. അങ്ങനെ ഉള്ളവർക്ക് മാത്രം.
എന്തായാലും സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ആഡംബരാദി കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കറിയാം, സാധാരണക്കാരൊക്കെ ഒരു ബൈക്ക് മേടിക്കാൻ പോലും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം. എന്റെ അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മളൊരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ വലിയൊരു ആഡംബരം എന്നല്ലെങ്കിലും കാറോ അല്ലെങ്കിൽ വലിയ വലിയ BMW ബെൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ പിന്നെ ഡിഫൻഡറോ അങ്ങനത്തെ വണ്ടികളൊന്നും അല്ലെങ്കിലും സാധാരണക്കാർക്ക് ഒരു നല്ലൊരു സ്കൂട്ടിയോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ശുക്രൻ അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ബൈക്കോ സ്കൂട്ടിയോ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. ചെറുതാണെങ്കിൽ പോലും ഒന്ന് വാങ്ങിക്കാൻ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിൽ പോലും നമുക്കത് സാധാരണക്കാർക്ക് അത് വലിയ കാര്യമാണ്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതായത് ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ നമ്മളിപ്പോ ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുക. ഇന്ന് വസ്ത്രങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കുമില്ല. എങ്കിൽ പോലും നിരന്തരം ജോലിക്ക് പോകുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവർക്കൊക്കെ ഒരു വസ്ത്രം ഇടയ്ക്കൊന്ന് മാറ്റി വാങ്ങിക്കണം, ഒരു ടോപ്പ് വാങ്ങിക്കണം സ്ത്രീകൾക്ക്. ഇതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിട്ടാവും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ചെറിയ ടോപ്പെങ്കിലും വാങ്ങിക്കാൻ ഒരു പാടുപെടുമായിരിക്കും. ചിലപ്പോൾ നിരന്തരം ഒരു ജോഡി ഡ്രസ്സിനിട്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ധാരാളം ഉണ്ട്. ഉള്ളവർക്കത് അറിയില്ല, അതിനെക്കുറിച്ച് ആ വിഷമമൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ശുക്രൻ ബലവാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ആഡംബരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ആഹ്ലാദം ഉണ്ടാവും ജീവിതത്തിൽ. ഭാര്യ ഭർത്താക്കന്മാരും നല്ല ഐക്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. എന്തായാലും ശുക്രന് നിങ്ങളുടെ ജാതകത്തിൽ ബലമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശുക്രന് ബലമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. അത് നമുക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. ശുക്രന്റെ ആ ദോഷകരമായ ആ ഒരു ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് ജീവിതം വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ദേവിയെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് വന്ന് നമ്മുടെ വീടിനടുത്തൊക്കെ ദുർഗാക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാകും. ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശുക്രന്റെ ദോഷങ്ങൾ കുറഞ്ഞ് അനുകൂലമായി വരുന്നതായിരിക്കും. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അടുത്ത രാശിയാണ് നോക്കാൻ പോകുന്നത്. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ഇപ്പൊ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പൊ ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ശുക്രന്റെ ഈ നിലപാട്, ഈ നിൽപ്പ് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. പൊതുവെ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനുകൂലത ഉണ്ടാവാറില്ല. അതിൽ പൂരം നക്ഷത്രം ശുക്രന്റെ സ്വന്തം നക്ഷത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇപ്രാവശ്യം ഗുണം കിട്ടും. കാരണം ഈ അനുകൂലത വരാണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ സൂര്യന്റെ രാശിയാണ് ചിങ്ങം. അപ്പൊ ശുക്രനും സൂര്യനും ഒരിക്കലും ചേരില്ല. ശത്രുഗ്രഹങ്ങളെ പോലെയാണ് അവര്. അപ്പൊ അവര് ചേരാത്തത് കൊണ്ട് തന്നെ അത്ര ഗുണം ശുക്രൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ പൂരം നക്ഷത്രം ശുക്രന്റെ നക്ഷത്രം ആയതുകൊണ്ടും അതിൽ വരുന്ന ചില ഘടകങ്ങൾ കൊണ്ടും ശുക്രൻ ഇവർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായിട്ട് തന്നെ ഈ ജീവിതം ഭവിക്കും ഇപ്രാവശ്യം എന്നുള്ളതാണ്. ശുക്രന്റെ ഈ ചലനം ജീവിതത്തിൽ ഉടനീളം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിത വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ആഡംബരാദി ജീവിതം നയിക്കാൻ ഒരു മാസമെങ്കിലും ഇവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്ക് ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത തരത്തിൽ എവിടെന്നെങ്കിലും ധനം വരിക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം ഏറ്റവും ഗുണകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവരെ സംബന്ധിച്ച് ശുക്രൻ കടന്നു പോകുന്നത്. ശുക്രന്റെ ഈ സഞ്ചാരം കൊണ്ട് ഈ ചിങ്ങൻ രാശിക്കാർക്ക് വരാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വിദേശത്തേക്ക് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ വസ്ത്ര ആഡംബരങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന സമയമായിരിക്കും. അതുപോലെ വെള്ളി സംബന്ധമായ അതായത് കാര്യങ്ങളൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നതാണ്. വെള്ളി, നമ്മൾ സിൽവർ സംബന്ധമായ കാര്യങ്ങൾ, സ്വർണം അങ്ങനെയാവാം. പക്ഷെ സിൽവർ ആണ് ഏറ്റവും കൂടുതൽ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത്. സിൽവർ എല്ലാം വാങ്ങിക്കാൻ പറ്റും. പാദസരങ്ങൾ, അങ്ങനത്തെ ആഡംബര ഓർണമെന്റ്സുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്
അപ്പൊ ചിങ്ങൻ രാശിക്കാർക്ക് ഏറെ ഗുണകരമായിട്ട് തന്നെ ഭവിക്കും ശുക്രന്റെ ഈ സഞ്ചാരം കൊണ്ട്. എന്തായാലും ചിങ്ങൻ രാശിക്കാർക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കട്ടെ. അത് മഹാലക്ഷ്മി ദേവി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം കുബേരനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നല്ല ഗുണം ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ ഉടനീളം സമ്പത്തും ഐശ്വര്യങ്ങളും വന്ന് നിറയും. ശുക്രൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അടുത്ത രാശിയെ നോക്കാം. അടുത്ത രാശി നമ്മൾ പറയാൻ പോകുന്നത് തുലാം രാശിയാണ്. അതും ശുക്രന്റെ സ്വന്തം രാശിയാണ്. ഈ ശുക്രന്റെ സ്വന്തം രാശിയായ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങളൊക്കെ ശുക്രൻ മാറിയതോട് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും വളരെ നല്ല ഗുണങ്ങളായിരിക്കും ഈ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ആഡംബര ഭൂഷാദികളെല്ലാം വാങ്ങിക്കാൻ കഴിയുക, അതുപോലെ പട്ടുമെത്തകൾ വാങ്ങിക്കാൻ കഴിയുക, വീട്ടില് നമ്മൾ ഈ ബെഡൊക്കെ വാങ്ങിക്കാൻ കഴിയുക, പുതപ്പ്, ബെഡ്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുക. അതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ അലമാറ, ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ, ഒരു വീടിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. അതൊക്കെ ശുക്രൻ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നാണ് പറയുക. സ്വർണം, അതുപോലെ വെള്ളി, ഇതൊക്കെ വെള്ളി ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുക. സമ്പത്ത് നിറയെ ഉണ്ടാവുക. തുലാം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതുപോലെ വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, അതുപോലെ ടൂറിന് പോകാൻ ആഗ്രഹിക്കുന്നവര്, വിനോദയാത്ര, ഇതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും തുലാം രാശിക്കാർക്കും ഈ ശുക്രന്റെ നിൽപ്പ് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും ഗുണകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും തുലാം രാശിക്കാരും കടന്നു പോകുന്നത്. പറഞ്ഞ ഇടവൻ രാശി, ചിങ്ങം രാശി, തുലാം രാശി, അതിൽ 9 നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണം ചെയ്യുക. ശുക്രൻ ഈ പൂരം നക്ഷത്രത്തിൽ കൂടെ പോകുന്നതോടുകൂടിയിട്ട് ഈ 9 നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ലക്ഷ്മി ദേവി ക്ഷേത്ര പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയി ആ ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. കനകധാരാ സ്തോത്രം ജപിക്കുക. ഇതൊക്കെ സാമ്പത്തിക മേന്മ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികം പെട്ടെന്ന് കയ്യിലെത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാ മാസവും കറുത്ത വാവിന് അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ജാതക സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്തായാലും നോക്കി അറിയിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണും വരെ.